ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് എടുത്തത് കൺസെപ്റ്റ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞ പോർഷനാണ് നമ്മൾ തുടങ്ങിയത്. പുതിയ ചാപ്റ്റർ ആണ് തുടങ്ങിയത്. അതില് ഇനി അടുത്ത പോർഷനാണ്, അതായത് അതിന്റെ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ 2-3 കാര്യങ്ങൾ, അബ്സല്യൂട്ട് പ്രഷറും ഇനി ഗേജ് പ്രഷറും വാക്യൂം പ്രഷറും ഒക്കെ നോക്കണം. അറ്റ്മോസ്ഫിയർ പ്രഷർ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ ക്ലാസ്സിൽ നോക്കിയത്. കൺസെപ്റ്റ് ഓഫ് പ്രഷർ. ഇതിൽ നമ്മൾ ആദ്യം പ്രഷർ എന്താന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഒരു പ്രതലത്തിലെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രഷർ എന്ന് പറയാം. അതിൽ പ്രഷറിൽ നമ്മൾ ഒരു ലോ ഒക്കെ പഠിച്ചു, പാസ്കൽസ് ലോ പഠിച്ചു. ഈ പ്രഷർ ഉപയോഗത്തിലാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. പ്രഷറിന്റെ ഇക്വേഷൻ എന്താന്ന് പഠിച്ചു. പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷറിന്റെ ഇക്വേഷൻ. അത് കൂടാണ്ട് നമ്മൾ എന്ത് നോക്കി, പ്രഷറിലെ യൂണിറ്റുകൾ നോക്കി. ഏതൊക്കെ? CGS നോക്കി, MKS നോക്കി. അത് കൂടാണ്ട് നമ്മള് എന്താ പറയാ, പാസ്കൽ എന്ന് പറഞ്ഞ യൂണിറ്റ് പഠിച്ചു. പാസ്കൽ തന്നെയാണ് എന്ത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എങ്ങനെ കിട്ടുന്നത്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റും കിട്ടി. ഇനി ഇവിടെ നമ്മൾ കാര്യമായിട്ട് നോക്കാൻ പോകുന്നത് പ്രഷറിന്റെ മെഷർമെന്റ് എങ്ങനെയാന്നുള്ളതാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുന്നത്. പ്രഷർ 2 രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സിസ്റ്റം ആണ്, if the pressure is measured above absolute zero or complete vacuum, it is called absolute pressure. എന്താണ്? നമ്മുടെ അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞ വാല്യൂലോ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് വാക്യൂം, അതെന്താ? പ്രഷർ ഇല്ല, സീറോ ആണ് പ്രഷർ അവിടെ. അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ച് മെഷർ ചെയ്യുന്ന പ്രഷറുകളെയാണ് നമ്മൾ എന്ത് പറയാ? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. ബെഞ്ച് മാർക്ക് എന്താ? നമ്മളൊരു മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ, സിവിലിൽ സർവേയിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ, ഒരു ബെഞ്ച് മാർക്ക് വെക്കും. അതേപോലെ അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കംപ്ലീറ്റ് വാക്യൂം ഒരു ബെഞ്ച് മാർക്കായി വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? മെഷർ ചെയ്ത് കിട്ടുന്ന ആ പ്രഷറുകളെ എന്ത് പറയാ? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. സെക്കൻഡ് മെഷർമെന്റ് ആണ്, പ്രഷറിന്റെ മെഷർമെന്റ് ആണ് ഗേജ് പ്രഷർ. അതെങ്ങനെയാ? If the pressure is measured above the atmosphere pressure, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിൽ മെഷർ ചെയ്യുന്ന പ്രഷറുകളെ എന്ത് പറയാം? ഗേജ് പ്രഷർ എന്ന് പറയാം. അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ബെഞ്ച് മാർക്കായിട്ട് വെച്ച് മെഷർ ചെയ്യുന്ന പ്രഷറുകളെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയാം. നമ്മൾ സാധാരണ ഒരുപാട് പ്രഷർ റീഡിങ് മെഷീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ കിട്ടുന്ന മെഷർമെന്റ് അപ്പൊ എന്തായിരിക്കും? ഗേജ് പ്രഷർ ആയിരിക്കും. ഇപ്പൊ പ്രഷർ മെഷർ ചെയ്യാൻ 2 രീതികളുണ്ട്. ഫ്ലൂയിഡിന്റെ പ്രഷർ മെഷർ ചെയ്യാനാണ് 2 രീതികൾ. അത് ഏതൊക്കെയാണ്? ഒന്ന് അബ്സല്യൂട്ട് പ്രഷറും അടുത്തത് ഗേജ് പ്രഷറുമാണ്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ദി പ്രഷർ ഈസ് മെഷേർഡ് എബോവ് അബ്സല്യൂട്ട് സീറോ ഓർ കംപ്ലീറ്റ് വാക്യൂം, ഇറ്റ് ഈസ് കാൾഡ് അബ്സല്യൂട്ട് പ്രഷർ. അതായത് കംപ്ലീറ്റ് വാക്യൂം അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോനെ ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ച് മെഷർ ചെയ്യുന്ന പ്രഷറുകളൊക്കെ അബ്സല്യൂട്ട് പ്രഷർ എന്നും, അതുപോലെ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ച് മെഷർ ചെയ്യുന്നതിനൊക്കെ എന്ത് പറയും? ഗേജ് പ്രഷർ എന്നും പറയും. ഇത് നമ്മൾ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഇതിലെന്താ? ഈ ലൈനാണ് നമ്മൾ എന്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതിനെല്ലാം എന്താ പറയാ? ഗേജ് പ്രഷർ എന്നാ പറയാ. ഇതാണ് അപ്പൊ ആ ബെഞ്ച് മാർക്ക്. അതിനെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതിനൊക്കെ ഗേജ് പ്രഷർ എന്നും, ഇതെന്താണ്? അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണ്. ഈ അബ്സല്യൂട്ട് സീറോ പ്രഷറിന്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും? അബ്സല്യൂട്ട് പ്രഷേഴ്സ് എന്നും പറയും. ആ 2 ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വാക്യൂം പ്രഷർ എവിടെ നിന്നാണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴത്തേക്ക് മെഷർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതും എന്തിൽ വരുന്നതാണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ ബെഞ്ച് മാർക്ക് ആയിട്ട് എടുക്കുന്ന മെഷർമെന്റ് ആണ്. ഇതൊരു ഗ്രാഫ് ആയിട്ട് മനസ്സിലാക്കുക. ഇതിലെന്താണ്? ഇവിടേക്ക് കാണുന്ന ഈ എക്സ് ആക്സിൽ കാണുന്നത് എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് സീറോ പ്രഷറും വാക്യൂം അറ്റ്മോസ്ഫിയർ പ്രഷറുമാണ്. എക്സ് ആക്സിസ് എന്താ? പ്രഷറാണ്. മുകളിലേക്ക് പോകുന്തോറും എന്താണ്? പ്രഷർ കൂടി വരും. ഇവിടെ എന്താണ്? ഈ അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് വാക്യൂം എന്ന് പറയുന്നത് പ്രഷർ എത്രയാണ്? സീറോ ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ അറ്റ്മോസ്ഫിയർ പ്രഷർ? പ്രഷർ എക്സൈറ്റഡ് ബൈ ദ എയർ ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ഭൂമിയുടെ പ്രതലത്തില് വായു ഏൽപ്പിക്കുന്ന മർദ്ദത്തെയാണ് എന്ത് പറയാ? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയാ. അത് എത്രയെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. എത്രയായിരുന്നു? 101.34 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു. 15 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ച് മെഷർ ചെയ്തെടുക്കുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്, 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 101.34 ആണെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു മെഷർമെന്റ് ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ച് മെഷർ ചെയ്യുന്നതിനെ ഗേജ് പ്രഷർ എന്നും, അതേപോലെ സീറോയിൽ എടുത്ത് മെഷർ ചെയ്യുന്നതിനൊക്കെ എന്ത് പറയും? അബ്സല്യൂട്ട് സീറോ പ്രഷേഴ്സ് എന്നും പറയും.
ജസ്റ്റ് എന്താ ആ ഗ്രാഫ് ഒന്ന് എന്തൊക്കെയാണ് ആ സംഭവം എന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫാണിത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അബ്സല്യൂട്ട് പ്രഷർ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു അബ്സല്യൂട്ട് വാക്വം പ്രഷർ. അബ്സല്യൂട്ട് വാക്വം പ്രഷറിനെ ബെഞ്ച് മാർക്ക് ആയിട്ട് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് വെച്ച് മെഷർ ചെയ്യുന്ന പ്രഷറുകളെ എല്ലാം പറയുന്ന പേരെന്താണ്? അബ്സല്യൂട്ട് പ്രഷർ എന്നാണ്. അതായത് വാക്വം പ്രഷറിനെ അല്ലെങ്കിൽ കംപ്ലീറ്റ് വാക്വംസിനെ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ പ്രഷറിനെ റെഫറൻസ് ആയിട്ട് വെച്ച് മെഷർ ചെയ്യുന്ന പ്രഷറുകളെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നു. അടുത്തെന്താണ്? ഗേജ് പ്രഷർ. It is defined as the pressure which is measured with the help of a pressure measuring instrument. Pressure measuring instrumentകൾ ഉപയോഗിച്ച് കിട്ടുന്ന മെഷർമെന്റുകളെല്ലാം എന്താണ്? ഗേജ് പ്രഷർ ആണ്. In this, atmosphere pressure is taken as datum. Datum എന്ന് പറഞ്ഞാൽ എന്താ? റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡാറ്റം ആക്കി എടുത്തു വെച്ച് മെഷർ ചെയ്യുന്ന പ്രഷറുകളൊക്കെ എന്താ പറയാ? ഗേജ് പ്രഷർ എന്ന് പറയാ. ഗേജ് പ്രഷർ അതായത് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്ത് കിട്ടുന്ന പ്രഷറുകളെല്ലാം എന്താണ്? ഗേജ് പ്രഷേഴ്സ് ആണ്. നമ്മളെന്താ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കണ്ടിട്ടുണ്ട്. ഏറ്റവും അധികം നമ്മൾ കണ്ട സാധനം എന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. എന്താണ് ഈ സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ? നമ്മൾ BP നോക്കുന്ന ആ സാധനത്തിന് എന്ത് പറയാ? സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയാ. അതും എന്താണ്? അതിൽ കിട്ടുന്ന മെഷർമെന്റ് എന്താണ്? ഗേജ് പ്രഷർ ആണ് അതിൽ കിട്ടുന്നത്. എന്താണ്? ഒരു ഗേജ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന പ്രഷർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ബ്ലഡ് പ്രഷർ 120 80 ഇടയിൽ വേണം. സിസ്റ്റോളിക് പ്രഷർ, ഡയാസ്റ്റോളിക് പ്രഷർ ഒക്കെ ഉണ്ട്. അതിലെന്താണ്? അത് 120 80 ഇടയിലാണ് എന്താ? നോർമൽ ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ ആണ്. അതെന്താണ്? പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിന്റെ പ്രഷർ മെഷർ ചെയ്യുന്നത്? ബ്ലഡ് പ്രഷർ ആണ് അതിൽ മെഷർ ചെയ്യുന്നത്. അതൊക്കെ അതിൽ കിട്ടുന്ന റീഡിംഗ് ഒക്കെ എന്ത് റീഡിംഗ് ആണ്? ഗേജ് പ്രഷർ റീഡിങ്ങുകളാണ്. അതായത് എന്താ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് ആ പ്രഷറുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അടുത്തൊരു പ്രഷറാണ് എന്ത്? വാക്വം പ്രഷർ. വാക്വം പ്രഷർ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ബിലോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ ആ ഗ്രാഫിൽ കണ്ടു അല്ലെ? ഗ്രാഫിൽ കണ്ടിരുന്നു എന്താണ്? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡാറ്റമാക്കി വെച്ച് അടിയിലേക്ക് മെഷർ ചെയ്താണ് എന്ത്? വാക്വം പ്രഷർ. ഇത് തന്നെയാണ് എന്ത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ബിലോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഡാറ്റമാക്കി വെച്ച് താഴത്തേക്ക് കിട്ടുന്ന മെഷർമെന്റിനെ എന്ത് പറയാ? വാക്വം പ്രഷർ. വാക്വം പ്രഷർ എന്തായിരിക്കും? 101.34 അടിയിലുള്ള പ്രഷർ ആയിരിക്കും എന്ത്? വാക്വം പ്രഷർ. ഇതെന്താ? യൂണിറ്റ് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ എന്തിനാ പറയുന്നത്? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? പാസ്കലിൽ പറയും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ പറയും. അപ്പൊ ആ യൂണിറ്റ് അനുസരിച്ച് എന്താണ്? വാല്യൂവിന്റെ മുകളിലേക്കും താഴേക്കും ഒക്കെ വരും. അത് ആ യൂണിറ്റ് കൂടി മനസ്സിലാക്കിയിട്ട് ആ പ്രഷറിന്റെ കാര്യം മനസ്സിലാക്കുക. അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ താഴത്തേക്ക് മെഷർ ചെയ്യുന്നതാണ് എന്ത്? വാക്വം പ്രഷർ എന്നും അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതാണ് ഗേജ് പ്രഷർ എന്നും മനസ്സിലാക്കുക. അബ്സല്യൂട്ട് സീറോ പ്രഷറിന്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതാണ് ഇതെല്ലാം. അറ്റ്മോസ്ഫിയർ പ്രഷർ ആയാലും വാക്വം പ്രഷർ ആയാലും ഗേജ് പ്രഷർ ആയാലും എല്ലാം എന്തിന്റെ മുകളിലായിരിക്കും? അബ്സല്യൂട്ട് സീറോ പ്രഷറിന്റെ മുകളിലായിരിക്കും. സീറോ പ്രഷർ ആണ് എന്താണ്? ഏറ്റവും താഴ്ന്ന. നെഗറ്റീവ് പ്രഷർ ഒന്നും വരില്ല. സീറോ പ്രഷർ വരെയാണ് വരിക. പിന്നെ അതിന്റെ 2-3 ഇക്വേഷൻ. ആ കണ്ട ഗ്രാഫിനെ നേരെ ഇക്വേഷൻ ആക്കി എഴുതിയതാണ് ഇത്. ആ ഗ്രാഫ് എന്താണോ അതിനെ ഇക്വേഷൻ രൂപത്തിലേക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ കൂടെ ഗേജ് പ്രഷറും കൂടി ആഡ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുക? അബ്സല്യൂട്ട് പ്രഷർ കിട്ടുക. ആ ഗ്രാഫ് നോക്കിയാൽ കൃത്യം മനസ്സിലാവും. അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആണ് എന്ത്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഇവിടെ ഉണ്ട്, അതിന്റെ കൂടെ ഗേജ് പ്രഷർ കൂടി മെഷർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? അബ്സല്യൂട്ട് പ്രഷർ കിട്ടി. അടുത്ത ഇക്വേഷൻ എന്താണ്? വാക്വം പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. വാക്വം പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ ആണ്. ആ ഗ്രാഫിലേക്ക് നോക്കി നോക്ക്. അറ്റ്മോസ്ഫിയർ പ്രഷറിന് എന്താണ്? അബ്സല്യൂട്ട് പ്രഷറിൽ നിന്ന് എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ കുറച്ച് കഴിഞ്ഞ് അബ്സല്യൂട്ട് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? വാക്വം പ്രഷർ കിട്ടി. അബ്സല്യൂട്ട് പ്രഷറിൽ നിന്ന് അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് അബ്സല്യൂട്ട് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ, അതായത് അബ്സല്യൂട്ട് പ്രഷർ എത്ര അല്ലേ? ഇത് ഫുൾ ആണ്. ഈ കംപ്ലീറ്റ് റീഡിംഗ് ആണ് എത്ര? അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇതുവരെയുള്ള റീഡിംഗ് എത്രയാണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് ഈ അബ്സല്യൂട്ട് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? വാക്വം പ്രഷർ കിട്ടി. അതായത് ഇത്ര ഭാഗത്ത് നിന്ന് ഇത്ര ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം എന്താണ്? വാക്വം പ്രഷർ ആണ്. ആ രണ്ട് കാര്യങ്ങളാണ് ഇക്വേഷനിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ആ ഗ്രാഫിന് നേരെ ഇക്വേഷൻ ആക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താ? പ്രഷർ നമുക്ക് മെഷർ ചെയ്യണം. നമ്മൾ ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് പറഞ്ഞു, സ്പിഗ്മോ മാനോമീറ്റർ. അതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് പ്രഷർ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. മെയിൻ ആയിട്ട് 2 പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഉള്ളത്. ഒന്ന് മാനോമീറ്റർ, അടുത്തത് മെക്കാനിക്കൽ ഗേജ്. എന്താണ്?
ഒന്നാമത്തത് മാനോമീറ്ററും രണ്ടാമത്തത് മെക്കാനിക്കൽ ഗേജും ആണ്. ഈ രണ്ട് ഇൻസ്ട്രുമെന്റ് ആണ് എന്തൊക്കെ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. അതിൽ മാനോമീറ്റർ എന്താന്നുള്ള കാര്യം ഫസ്റ്റ് നോക്കാം. മാനോമീറ്റർ എന്താ? The device used for measuring the pressure at a point in a fluid by balancing the column of fluid by the same or another column of fluid. എന്താണ്? ഒരു ട്യൂബ് ആണെന്ന് വിചാരിക്കുക. കോളം എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബായിട്ട് മനസ്സങ്കല്പിക്കുക. ഇങ്ങനെ രണ്ട് ട്യൂബുകളെ ബാലൻസ് ചെയ്ത് ഒരു ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ അതായത് ഒരു ദ്രാവകത്തിന്റെ പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? മാനോമീറ്റർ. The device used for measuring the pressure at a point. ഒരു സ്ഥലത്ത് ഒരു പോയിന്റിലെ പ്രഷർ ആണ് എന്ത് ഉപയോഗിച്ച് മെഷർ ചെയ്യുക? മാനോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. എന്തിന്റെ? ഒരു ഫ്ലൂയിഡിന്റെ. ബൈ ബാലൻസിങ് ദ കോളം ഓഫ് ഫ്ലൂയിഡ് ബൈ ദ സെയിം. അതേ ദ്രാവകം ഉപയോഗിച്ചും ആ പ്രഷർ മെഷറിംഗ് നടത്താം, അല്ലെങ്കിൽ മറ്റൊരു ദ്രാവകം ഉപയോഗിച്ചും ആ പ്രഷർ മെഷർമെന്റ് നടത്താൻ കഴിയും. ഒന്നിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? പ്രഷർ മെഷർ ചെയ്യുന്നത്. നമ്മളിപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഒന്നുമില്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ പ്രഷറിനെ കമ്പയർ ചെയ്ത് നമ്മൾ പ്രഷർ പറയുന്നു, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കമ്പയർ ചെയ്ത് പറയുന്നു. അതേപോലെ ഇവിടെ എന്താ? ഒരു ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ അതേ ഫ്ലൂയിഡിനെ കമ്പയർ ചെയ്ത് വേറൊരു ഫ്ലൂയിഡിന്റെ എന്താണ് പ്രഷറാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അങ്ങനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണിത് മാനോമീറ്റർ. The device used for measuring the pressure at a point in a fluid by balancing the column of fluid by the same or another column of fluid. അങ്ങനെ മാനോമീറ്റർ എത്ര രീതിയിലുണ്ട്? നമ്മൾ പറഞ്ഞു മാനോമീറ്റർ ഉണ്ട്, അതേപോലെ മെക്കാനിക്കൽ ഗേജും ഉണ്ട്. മാനോമീറ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തെയാണ് എന്ത്? സിമ്പിൾ മാനോമീറ്റർ. സെക്കൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. മാനോമീറ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സിമ്പിൾ മാനോമീറ്ററും അടുത്തത് ഡിഫറൻഷ്യൽ മാനോമീറ്ററും. സിമ്പിൾ മാനോമീറ്റർ എന്താണ്? A simple manometer consists of a glass tube having one of its end connected to the point where pressure is to be measured and other end remain open to the atmosphere. എന്താണ്? പ്രഷർ മെഷർ ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? എന്നൊരു ഗ്ലാസ് ട്യൂബ് ആണത്. ആ ഗ്ലാസ് ട്യൂബിന്റെ ഒരു എൻഡ് പ്രഷർ എവിടെയാണോ മെഷർ ചെയ്യേണ്ടത് അതിലേക്കും അടുത്ത എൻഡ് എവിടേക്കാ? അന്തരീക്ഷത്തിലേക്ക് തുറന്നു വെച്ച രീതിയിലായിരിക്കും ആ ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരിക്കുക. മെഷർ ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റിലേക്ക് ഒരു എൻഡും അടുത്ത എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നു വെച്ച രീതിയിലും. അതാണ് എന്ത്? സിമ്പിൾ മാനോമീറ്റർ. എ സിമ്പിൾ മാനോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് having one of its end connected to a point where pressure is to be measured and other end remains open to the atmosphere. ഒരു എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പണും ഒരു എൻഡ് എവിടെയാണ്? ആ പ്രഷർ എവിടെയാണോ മെഷർ ചെയ്യേണ്ടത് ആ എൻഡ് മെഷർ ചെയ്യേണ്ട സ്ഥലത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് സിമ്പിൾ മാനോമീറ്ററിലെ മെഷർമെന്റ് എടുക്കുന്നത്. അങ്ങനെ സിമ്പിൾ മാനോമീറ്റർ എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം പറഞ്ഞു എന്താണ്? രണ്ട് രീതിയിലുള്ള പ്രഷർ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റുകളുണ്ട്. മാനോമീറ്റർ ഉണ്ട്, മെക്കാനിക്കൽ ഗേജും ഉണ്ട്. മാനോമീറ്ററിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്ററും. ഇനി സിമ്പിൾ മാനോമീറ്ററിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? പീസോമീറ്റർ ഉണ്ട്, യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്, സിംഗിൾ കോളം മാനോമീറ്റർ ഉണ്ട്. ഏതൊക്കെയാ? പീസോമീറ്റർ ഉണ്ട്, യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്, സിംഗിൾ കോളം മാനോമീറ്റർ ഉണ്ട്. അപ്പൊ 3 ക്ലാസിഫിക്കേഷൻ എന്തുണ്ട്? സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്. സിമ്പിൾ മാനോമീറ്റർ എന്താണ്? ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. അതിനെന്താ? ഒരു എൻഡ് എവിടെയാണോ പ്രഷർ മെഷർ ചെയ്യേണ്ടത് ആ ഭാഗത്തേക്കും അടുത്ത എൻഡ് അന്തരീക്ഷത്തിലേക്ക് തുറന്നു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇതാണ് എന്ത്? ഒരു എന്താ പറയാ ഒരു പീസോമീറ്റർ ആണ്. ഫസ്റ്റ് പറഞ്ഞ സിമ്പിൾ മാനോമീറ്ററിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് എന്ത്? പീസോമീറ്റർ. പീസോമീറ്റർ എന്താണ്? സിംപ്ലസ്റ്റ് ഫോം ആണ്. ഈ സിമ്പിൾ മാനോമീറ്ററിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? പീസോമീറ്റർ. യൂട്യൂബ് മാനോമീറ്ററിനെ അതേപോലെ സിംഗിൾ കോളം മാനോമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ പീസോമീറ്റർ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ കിട്ടുന്ന പ്രഷർ എന്താണ്? ഗേജ് പ്രഷർ ആണ്. നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ബേസ് ചെയ്ത് പറയുന്ന എല്ലാം എന്താണ്? ഗേജ് പ്രഷർ ആണ്. എന്തുകൊണ്ടാണ് അത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ബേസ് ചെയ്ത് പറയുന്നത്? കാരണം എന്താ? ഒരു എൻഡ് അറ്റ്മോസ്ഫിയറിലേക്കാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്ലൂയിഡിന്റെ എന്ത് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നു. Piezometer is the simplest form of manometer used for measuring gauge pressure. ഇതുണ്ടോ? ഇതാണ് ട്യൂബ്, ഗ്ലാസ് ട്യൂബ്. ഇതാണ് എന്താണ്? ഒരു എൻഡ് പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. അടുത്ത എൻഡ് എവിടേക്കാണ്? ഈ മെഷർ ചെയ്യുന്ന പ്രഷർ മെഷർ ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? ഈ കോളം, ഇതാണ് ആ വാട്ടറിന്റെ കോളം. ഇവിടെ എന്താണ്? റീഡിങ്ങുകൾ ഉണ്ടാവും. ഇതിൽ ഈ കോളത്തിൽ ഈ ഫ്ലൂയിഡ് എത്ര ഉയർന്നു വരുന്നു അല്ലെങ്കിൽ താഴ്ന്നു വരുന്നു, അപ്പൊ കിട്ടുന്ന റീഡിങ് എന്താണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക? പ്രഷർ പറയുക. ഇതെന്താണ്? ആ ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് ആണ്. ഈ സെൻട്രൽ പോർഷനിൽ തുടങ്ങിയിട്ടാണ് ആ ഹൈറ്റ് നോക്കുക. അല്ലാണ്ട് ഈ അടിയിൽ നിന്നല്ല, ഈ മിഡിൽ പോർഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹൈറ്റ് മെഷർ ചെയ്യുക.
അപ്പൊ ഇതുവരെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീഡിംഗ് ഉണ്ടാവും, അതായിരിക്കും എന്ത് ഈ ഫ്ലൂയിഡിന്റെ പ്രഷർ. അല്ല ഇവിടെയാണെങ്കിൽ എന്താണ് അത് ആ റീഡിങ് അവിടുത്തെ റീഡിങ് എന്താ വെച്ചാൽ അത് കിട്ടും. ഈ ഫ്ലൂയിഡ് ആണ് എന്ത് മെഷറിംഗ് ഫ്ലൂയിഡ്, പ്രഷർ മെഷർ ചെയ്യുന്ന ഫ്ലൂയിഡ്. ഈ ഇതിനകത്ത് കിടക്കുന്ന ദ്രാവകത്തിന്റെ പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത്. അടുത്ത എന്താ നമ്മളിപ്പോ പറഞ്ഞ പീസോമീറ്റർ പറഞ്ഞു. അടുത്ത അതേപോലെ സിമ്പിൾ മാനോമീറ്റർ ആണ് ഇത് യൂട്യൂബ് മാനോമീറ്റർ. യൂട്യൂബ് മാനോമീറ്റർ ആണ് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മളൊരു മിക്കവാറും പ്രഷർ മെഷറിംഗിലെ ഇൻസ്ട്രുമെന്റിലൊക്കെ ബേസിക് ആയിട്ടുണ്ടാവുക യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവുക, പക്ഷെ ഒരു ബെൻഡ് ഇൻ യു ഷേപ്പ് ഓൺ വൺ എൻഡ് ഓഫ് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ പോയിന്റ് at which pressure is to be measured and other end remains open. The tube generally consists of mercury or any other fluid. യൂട്യൂബ് മാനോമീറ്റർ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ട്യൂബ് ആണ്, പക്ഷെ ഇവിടെ എന്താണ് ഒരു എൻഡിൽ ഒരു യു ബെൻഡ് ഷേപ്പ് ഉണ്ടാവും. ഒരു യു ഷേപ്പിൽ ഒരു ബെൻഡ് എവിടെ ഉണ്ടാവും, ഒരു എൻഡിൽ ഉണ്ടായിരിക്കും. ആ എൻഡാണ് ഇവിടെ പ്രഷർ മെഷർ ചെയ്യുന്ന സ്ഥലത്തേക്ക് കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത എൻഡ് എന്ത് ചെയ്യും അന്തരീക്ഷത്തിലേക്ക് തുറന്നു വെക്കും. ഇവിടെ എന്താണ് അന്തരീക്ഷത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രഷർ പറയുന്നത്. അപ്പൊ ഇവിടെ കിട്ടുന്ന റീഡിങ് എന്ത് തന്നെയായിരിക്കും ഗേജ് പ്രഷർ തന്നെ ആയിരിക്കും. ഇവിടെ എന്താണ് ഫ്ലൂയിഡ് ആയിട്ട് അത് പ്രഷർ മെഷറിംഗ് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക മെർക്കുറി, അല്ലെങ്കിൽ സാധാരണ മെർക്കുറി ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലെ ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കും. യൂട്യൂബ് മാനോമീറ്റർ എന്താണ് ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. അതെന്താണ് അതിനൊരു യു എൻഡ് ഉണ്ടായിരിക്കും. ആ യു എൻഡ് ആണ് എവിടേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, നമ്മൾ പ്രഷർ മെഷർ ചെയ്യേണ്ട സ്ഥലത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അടുത്ത എൻഡ് അന്തരീക്ഷത്തിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ടാവും. ഇതെന്താണ് ഒരു യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഇതിലെന്തുണ്ട് യു ബെൻഡ് കണ്ടില്ലേ, ഇവിടെ ഒരു യു ബെൻഡ് ഉണ്ട്, ഇവിടെ ഒരു യു ബെൻഡ് ഉണ്ട്. ഇതിന്റെ റീഡിങ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാ പ്രഷറിന്റെ റീഡിങ് പറയാ. ഇവിടെയാണ് എന്ത് ചെയ്യുക പ്രഷർ കയറി വരിക. ഈ എൻഡ് അവിടെ മെഷർ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടാവുക. ഇതിന്ന് ഇവിടുത്തെ ഫ്ലൂയിഡിന്റെ പ്രഷർ അനുസരിച്ച് എന്ത് ചെയ്യും ഈ ഫ്ലൂയിഡ് മുകളിലേക്ക് കയറി വരും. ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും ഇവിടെ ഒന്ന് തള്ളി മുകളിലേക്ക് കയറും. അപ്പൊ കയറുമ്പോ എന്താണ് ആ കയറുന്നോ കുറയുന്നോ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ റീഡിങ്ങൾ കൊടുത്തിട്ടുണ്ട് 10, 20, 30, 40. ഇവിടുത്തെ ഫ്ലൂയിഡിനനുസരിച്ച് എന്ത് ചെയ്യും ഈ ഫ്ലൂയിഡിന്റെ കോളം അതിനനുസരിച്ച് ലെവലായി വരും. അതിന് നമുക്ക് എന്ത് കിട്ടും റീഡിങ് കിട്ടും. ഇതെന്താണ് ഒരു യൂട്യൂബ് മാനോമീറ്റർ ആണ്. ഇവിടെ എന്താണ് സിമ്പിൾ മാനോമീറ്ററിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് യൂട്യൂബ് മാനോമീറ്റർ. അതില് ഒരു സൈഡ് നമ്മൾ മെഷർ ചെയ്യേണ്ട പ്രഷർ മെഷർ ചെയ്യേണ്ട സ്ഥലത്തേക്കും അടുത്ത സൈഡ് അന്തരീക്ഷത്തിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഫ്ലൂയിഡിന്റെ പ്രഷറിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും ഈ ഫ്ലൂയിഡ് കോളം മെർക്കുറി ആയിരിക്കും ഇവിടെ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിൽ ഉണ്ടായിരിക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും അങ്ങോട്ട് മുകളിലേക്കോ താഴേക്കോ വരും. ആ ഫ്ലൂയിഡിന്റെ മെഷർമെന്റ് അതിൽ നിന്ന് കിട്ടും. പീസോമീറ്ററിന് എന്ത് ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ഭാഗം മാത്രമേ പീസോമീറ്ററിന് ഉണ്ടായിരുന്നുള്ളൂ. ഈ യു ബെൻഡ് ഉണ്ടായിരുന്നില്ല, ഇത്ര ഭാഗത്ത് നിന്ന് കട്ടായി പോയിരുന്നു അല്ലെ. പീസോമീറ്റർ കണ്ടോ ഇത്ര ഈ ഒരു ഷേപ്പ് മാത്രമേ പീസോമീറ്ററിനുള്ളൂ. ഇതേപോലെ ഒരു ഷേപ്പും കൂടി ഇത് ഒന്നുകൂടി കണക്ട് ചെയ്ത് വെക്കുന്നതാണ് എന്ത് യൂട്യൂബ് മാനോമീറ്റർ. അപ്പൊ നമ്മൾ എന്താ ഈ സിമ്പിൾ മാനോമീറ്ററിന്റെ സിമ്പിൾ മാനോമീറ്റർ നോക്കി. സിമ്പിൾ മാനോമീറ്ററിലെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് നോക്കി, പീസോമീറ്റർ യൂട്യൂബ് മാനോമീറ്റർ നോക്കി. ഇനി നമ്മൾ പറയുന്നു അടുത്തൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉണ്ട് മാനോമീറ്റർ അല്ലാണ്ട് മെക്കാനിക്കൽ ഗേജസ് ഉണ്ട്. മാനോമീറ്റർ അല്ലാണ്ട് മെക്കാനിക്കൽ ഗേജസ് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു മെക്കാനിക്കൽ ഗേജ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെക്കാനിക്കൽ ഗേജ് എന്താ ദ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ പ്രഷർ ബൈ ബാലൻസിംഗ് ദ ഫ്ലൂയിഡ് കോളം ബൈ ദ സ്പ്രിംഗ് ഓർ ഡെഡ് വെയിറ്റ്. നേരത്തെ പോലെ തന്നെ എന്താണ് ഒരു ഫ്ലൂയിഡ് കോളത്തിനെ ബാലൻസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രഷർ മെഷറിംഗ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എൻഡ് പോർഷനിൽ എന്താണ് നമുക്ക് റീഡിങ് എന്താണ് ഒരു എന്താ പറയാ ഡിജിറ്റൽ ആയിട്ടോ ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ എന്താ ഇവിടെ നമ്മൾ കണ്ട ഫിഗറിൽ ഈ ഫിഗറിൽ നോക്കി നോക്ക്. ഈ ഫിഗറിൽ എന്താണ് നമുക്ക് എന്താ നമ്മൾ ഓക്സിജൻ സിലിണ്ടറിനൊക്കെ മുകളിൽ കാണുന്ന ഒരു പ്രഷർ മെഷറിംഗ് ഉണ്ട്, ഒരു ഗേജ് കാണിക്കലുണ്ട്. അതൊക്കെ എന്താണ് മെക്കാനിക്കൽ ഗേജസ് ആണ്. അതേപോലെ എന്താ നമ്മള് ടയറിന്റെ പ്രഷർ നോക്കാൻ പോകുമ്പോൾ എന്താണ് ആ പ്രഷർ ലാസ്റ്റ് വന്നിട്ട് അവരൊരു സാധനം വെച്ച് നോക്കാറുണ്ട്, അതിന്റെ മുകളിൽ റീഡിങ് കാണിക്കുന്നതൊക്കെ എന്താണ് മെക്കാനിക്കൽ ഗേജസ് ആണ്. ഇതെങ്ങനെയാണ് ഫ്ലൂയിഡ് കോളം ഉപയോഗിച്ച് തന്നെയാണ് ഇത് മെഷർ ചെയ്യുന്നത്. പക്ഷെ എൻഡ് പോർഷനിൽ ഒരു സ്പ്രിങ്ങോ അല്ലെങ്കിൽ ഒരു ഡെഡ് വെയിറ്റോ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഡയല് മൂവ് ചെയ്യുന്നത്. ഇതെന്താണ് മാനുവൽ ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. മാനുവൽ മീൻസ് എന്താ ഡിജിറ്റൽ അല്ല, അനലോഗ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മീറ്റർ കാണിക്കുന്നത്. കാരണം എന്താ ഡയല് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക പ്രഷർ കാണിക്കുക. ഇത് എങ്ങനെ കാണിക്കുക എന്നുള്ളത് ഒരു തിയറിയുടെ ബേസിലാണ് ഇത് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. ബോർഡൻ ട്യൂബ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഈ മെക്കാനിക്കൽ ഗേജസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ കണ്ട ഇതേ
ഈ ഒരു മെഷീന്റെ എന്താ പറയാ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ അതിലുള്ള പാർട്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതാ ഈ ട്യൂബ് കണ്ടോ, ഇവിടെ ഈ ട്യൂബാണ് നമ്മൾ പ്രഷർ ഫ്ലൂയിഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ആ ഫ്ലൂയിഡ് വന്ന് തള്ളുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടുത്തെ സ്പ്രിങ് മൂവ് ചെയ്യും. അല്ലെങ്കിൽ എന്താ, ഇതിലൂടെ ഫ്ലൂയിഡ് കയറി വന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ആ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ സ്പ്രിങ് വലിയും. സ്പ്രിങ് വലിയുന്നതനുസരിച്ച് എന്താ, ഇവിടെ ഒരു ഗിയർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഗിയർ പഠിച്ചിരുന്നു. ഗിയർ എന്താ, ഒരു ടീത്ത് ഉള്ള സർഫസ് ആണ്. ആ സർഫസ് എവിടെയാ, അടുത്തൊരു ഒരു ടീത്ത് പോലെ സാധനമായിട്ട് മെഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഗിയർ മുകളിലേക്കോ താഴേക്കോ നീങ്ങും. അതനുസരിച്ച് ഡയൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, പ്രഷർ കിട്ടും. ഇവിടെ വന്ന് ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷർ വന്ന് ഈ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യും. സ്പ്രിങ്ങോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഡെഡ് വെയിറ്റ് ഉണ്ടോ, എന്തെങ്കിലും വെയിറ്റ് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഗിയറിനെ അത് മൂവ് ചെയ്യും. ആ ഗിയർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഡയൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമുക്ക് പ്രഷർ കിട്ടും. ഇതെന്താണ്, ഒരു മെക്കാനിക്കൽ ഗേജ് സിസ്റ്റം ആണ്. ഇതിലെന്താണ്, മാനോമീറ്റർ അല്ല യൂസ് ചെയ്യുന്നത്. പകരം ഫ്ലൂയിഡിന്റെ പ്രഷർ ഡയറക്റ്റ് കൊടുത്ത് സ്പ്രിങ്ങിൽ കൊടുത്തിട്ട് നമ്മൾ ആ സ്പ്രിങ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഗിയർ റൊട്ടേറ്റ് ചെയ്ത് ഡയലിൽ മെഷർമെന്റ് കാണിക്കുകയാണ്. ഇവിടെ എന്താണ്, ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് പ്രഷർ ബൈ ബാലൻസ് ദി ഫ്ലൂയിഡ് കോളം ബൈ ദി സ്പ്രിങ് ഓർ ഡെഡ് വെയിറ്റ്. ഇവിടെ സ്പ്രിങ്ങോ അല്ലെങ്കിൽ ഡെഡ് വെയിറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് എന്തുള്ളത്, ഈ കൺസെപ്റ്റ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞ പാഠത്തിൽ പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെ ഇതിൽ നോക്കി, ചെറിയ പോർഷൻ ആണ്. ഇതിൽ എന്തൊക്കെ നമ്മൾ നോക്കി, പ്രഷർ എന്താണെന്ന് നോക്കി, നമ്മളൊരു പാസ്കൽസ് ലോ ഡിസ്കസ് ചെയ്തു, പ്രഷറിന്റെ ഇക്വേഷൻ നോക്കി, അതേപോലെ പ്രഷറിന്റെ യൂണിറ്റ്സ് നോക്കി, പ്രഷർ കണ്ടുപിടിക്കാനുള്ള എന്താ പറയാ ഇൻസ്ട്രുമെന്റ് എന്തൊക്കെയാ പരിചയപ്പെട്ടു, എത്ര ടൈപ്പ് പ്രഷർ ഉണ്ട് നോക്കി. പിന്നെ അത് കൂടാണ്ട് നമ്മളെന്താണ്, ഇത്രയും കാര്യങ്ങളാണ്. ഒരു ഇക്വേഷനും പഠിച്ചു നമ്മളതിൽ അല്ലെ. അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കി. അറ്റ്മോസ്ഫിയർ പ്രഷർ എത്രയാന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ പോർഷനിൽ നോക്കിയത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇതെന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ തന്നു. ഇതുവരെ ആരും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തന്നിട്ടില്ല. അത് ഫസ്റ്റത്തെ കാര്യം. ഒരാളൊക്കെ അയച്ചിട്ടുള്ളത് സീനിയേഴ്സിന്, വേറെ ആരും അയച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ ഒക്കെ ഒന്നുകൂടി ക്ലാസ് കണ്ട് മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്ത് അയക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ഗേജ് പ്രഷർ ആണ്. ഗേജ് പ്രഷർ എന്താന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിനെ റെഫറൻസ് ആക്കി വെച്ച് കിട്ടുന്ന പ്രഷർ ആണ് എന്ത്, ഗേജ് പ്രഷർ. ഈ ഗേജ് പ്രഷർ ആണ് നമുക്ക് എല്ലാ ഇൻസ്ട്രുമെന്റിലും കിട്ടുന്നത്. നമ്മൾ മാനോമീറ്റർ ഉപയോഗിച്ചാലും അതേപോലെ മെക്കാനിക്കൽ ഗേജ് ഉപയോഗിച്ചാലും ഒക്കെ കിട്ടുന്നത് എന്താണ്, ഗേജ് പ്രഷർ ആണ്. ഗേജ് പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഡാറ്റം ആക്കി വെച്ച് കിട്ടുന്ന പ്രഷർ ആണ് ഗേജ് പ്രഷർ. വാട്ട് ആർ ദ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, നമ്മൾ എന്തൊക്കെ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഡിസ്കസ് ചെയ്തു. സിമ്പിൾ മാനോമീറ്റർ നോക്കി, അതേപോലെ മെക്കാനിക്കൽ ഗേജസ് നോക്കി. സിമ്പിൾ മാനോമീറ്ററിൽ നമ്മൾ എന്തൊക്കെ നോക്കി, സിമ്പിൾ മാനോമീറ്റർ നോക്കി, ഡിഫറൻഷ്യൽ മാനോമീറ്റർ നോക്കി. അതിൽ സിമ്പിൾ മാനോമീറ്ററിൽ നമ്മൾ എന്തൊക്കെ നോക്കി, പീസോമീറ്റർ നോക്കി, യൂട്യൂബ് മാനോമീറ്റർ നോക്കി, സിമ്പിൾ കോളം മാനോമീറ്റർ നോക്കി. മെക്കാനിക്കൽ ഗേജ് എന്താന്നുള്ള കാര്യം നമ്മൾ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് വാക്വം പ്രഷർ. വാക്വം പ്രഷർ എന്താന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാക്വം പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ താഴത്തേക്കുള്ള പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയാ, വാക്വം പ്രഷർ എന്ന് പറയാം. ആ കാര്യം കൂടി എഴുതി വെക്കുക. ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്ത് എല്ലാവരും അയക്കുക. ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്. താങ്ക് യു.